നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയതോടെ പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര താവളങ്ങൾ തകർന്ന നിലയിലാണെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ സായുധ സേന നടത്തിയ ഈ കൃത്യമായ ശാസ്ത്രീയ പ്രവർത്തനത്തിനു പിന്നാലെ സമ്മർദ്ദം താങ്ങാനാവാതെ പാകിസ്ഥാൻ 70-ലധികം ഭീകര ലോഞ്ച് പാഡുകൾ അടിയന്തരമായി മാറ്റിപ്പണിയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഈ നീക്കം തന്നെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം എത്രമാത്രം ശക്തവും സജീവവുമാണെന്ന് തെളിയിക്കുന്നുണ്ട്. അതേസമയം ഭീകരതയെ വളർത്തി പോഷിപ്പിക്കാൻ തുടരുന്ന പാകിസ്ഥാന്റെ നിരുത്തരവാദപരമായ നിലപാട് വീണ്ടും ഒരു വട്ടം ലോകത്തിനു മുന്നിൽ വെളിവായി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭീകരവിരുദ്ധ രാജ്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലാക്കോട് വരെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത ഓരോ നടപടിയും പറഞ്ഞത് ചെയ്തു കാണിക്കുമെന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായയാണ് കാണുന്നത്. അതാണെന്നും പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ മാറ്റിപ്പണിയേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നു. ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോകുന്ന ഏത് ശക്തിക്കും അതിർത്തി ലംഘിച്ചാൽ ഉടനടി കിട്ടുന്ന പ്രത്യാഘാതം എന്താണ് എന്ന് ഇന്നത്തെ ഇന്ത്യ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ നടത്തിയ ഈ പേടിച്ചോട്ടം ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ഇന്ത്യ ഭീകരതയെ ഇനി ഒരിക്കലും സഹിക്കില്ല എന്ന കാര്യവും തിരിച്ചടിയിൽ പാകിസ്ഥാൻ ബാക്കി കാണില്ല എന്ന കാര്യവും അവർക്ക് ഉറപ്പാണ് എന്ന്. മോദി സർക്കാർ ദേശീയ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരു ഇഞ്ച് പോലും ഇളവ് നൽകാത്ത നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാലാണ് ഇന്ത്യക്കെതിരായി നിലകൊള്ളുന്ന തീവ്രവാദികളും രാജ്യങ്ങളും ഓരോ നീക്കവും 10 വട്ടം ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്ത്യ എവിടെയായാലും ആരെയായാലും നേരിടുമെന്ന ശക്തമായ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല. അത് ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രശക്തിയും രാജ്യത്തിന്റെ അത്യുന്നത പ്രതിബദ്ധതയും തെളിയിക്കുന്ന യഥാർത്ഥ ശക്തി പ്രഖ്യാപനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് ഭീകരർ 72 കേന്ദ്രങ്ങൾ അതിർത്തിയിൽ നിന്ന് ഏറെ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിച്ചെന്ന് BSF ആണ് പ്രസ്താവന പുറത്തിറക്കിയത്. മെയ് 7 മുതൽ 10 വരെ നീണ്ട ഏറ്റുമുട്ടലുകൾക്കു ശേഷം നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ BSF പാലിക്കുന്നുണ്ടെന്നും അതിർത്തി കടന്നുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ശത്രുവിന് അതിലും കടുത്ത നഷ്ടം വരുത്താൻ സേന തയ്യാറാണ് എന്നും BSF വ്യക്തമാക്കി. ഭീകരരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് മുൻപുള്ള പരിശീലനം നടക്കുന്നുണ്ട് എന്നാണ് ലോഞ്ച് പാഡുകളിൽ ഭീകരർ വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മുൻപ് താഴ്ന്ന പ്രദേശങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിനും ഉയർന്ന പ്രദേശങ്ങളിൽ ലഷ്കർ-ഇ-തോയ്ബയ്ക്കും പ്രവർത്തിക്കാൻ പ്രത്യേക മേഖലകൾ അടയാളപ്പെടുത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരർ ഒരു സമ്മിശ്ര സംഘം രൂപീകരിച്ചു എന്നും അവർ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ നടപടി ആരംഭിക്കാൻ BSF തയ്യാറാണ് എന്ന് IG ആനന്ദ് വ്യക്തമാക്കി കഴിഞ്ഞു. 1965, 1971, 1999 കാർഗിൽ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിങ്ങനെ പരമ്പരാഗത ഹൈബ്രിഡ് യുദ്ധങ്ങളിൽ BSFന് നല്ല അനുഭവ പരിചയമുണ്ട്. BSF തയ്യാറാണ്. അവസരം ലഭിച്ചാൽ മെയ് മാസത്തിൽ BSF വരുത്തിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് ഇനിയും കഴിയും. സർക്കാർ എന്തു നയം തീരുമാനിച്ചാലും അതിൽ BSF തങ്ങളുടെ പങ്ക് വഹിക്കും. BSF ഏൽപ്പിച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് ഒരുപാട് സമയമെടുത്തു. ചില സ്ഥലങ്ങളിൽ അവർ തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇതിനോടകം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും BSFന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് BSF പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അവസരം ലഭിക്കുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കും. ഇപ്പോൾ ആശങ്കയുണ്ടാകുന്ന തരത്തിൽ ഭീകരരുടെ നീക്കങ്ങളൊന്നും അതിർത്തിയിൽ ഇല്ല എന്നത് തന്നെയാണ് വാസ്തവമെന്നും BSF കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഭീകര ലോഞ്ച് പാഡുകൾ അടിയന്തരമായി മാറ്റിയത് ഇന്ത്യയുടെ കൃത്യമായ സുരക്ഷാ നയങ്ങളും നിർഭയമായ നേതൃത്വവും എത്രമാത്രം ഫലപ്രദമാണ് എന്ന് തെളിയിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ നിലപാട് കാണുമ്പോൾ പാകിസ്ഥാൻ ഭീതിയോടെ ലോഞ്ച് പാഡുകൾ മാറുന്നതും ഭീകരരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ തന്നെ പരാജയത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഇന്ന് ഇന്ത്യയെ നേരിടുന്നത് പാകിസ്ഥാനികൾക്ക് ഒരു വലിയ ചെറുത്തുനിൽപ്പാണ്. കാരണം മോദി ഭരണകൂടത്തിന്റെ ഉറച്ച തീരുമാനങ്ങളും സൈന്യത്തിന്റെ അസാധാരണ ശേഷിയും അതിർത്തിക്കപ്പുറത്തുള്ള എത്രയും വലിയ പ്രൊജക്ടുകളെയും ഭീകര ശൃംഖലകളെയും ചിതറിക്കാൻ ശേഷിയുള്ളവയാണ് എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച